മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ജീവനക്കാരന് നേരെ ആക്രമണം. പാചകവാതക തൊഴിലാളികൾ പണിമുടക്ക് സമരം സംഘടിപ്പിച്ചു. ഗ്യാസ് ഏജൻസി ജീവനക്കാരന്റെ ജോലിസ്ഥലത്ത് അതിക്രമിച്ചു കയറി കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച പാചകവാതക തൊഴിലാളികൾ പണിമുടക്ക് സമരം നടത്തി. മുണ്ടമ്പലി സാന്തോം റോഡിലുള്ള സൂപ്പർ ഫ്ലെയിംസ് എന്ന ഭാരത് ഗ്യാസ് ഏജൻസിയിൽ കഴിഞ്ഞ ദിവസം ഏജൻസിയിലെ ജീവനക്കാരനായ രാകേഷിനെയാണ് ഡെന്നിസ് എന്നയാൾ ഭീഷണിപ്പെടുത്തിയത്. പരാതിക്കാരനായ രാകേഷും ഏജൻസിയിലെ മറ്റൊരു ജീവനക്കാരനും തമ്മിലുള്ള തർക്കത്തെ ചൊല്ലിയുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. ഓഫീസിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഡെന്നിസ് രാകേഷിന്റെ ബൈക്കിന്റെ താക്കോൽ ഫലമായി കൈക്കലാക്കുകയും തുടർന്ന് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന മടക്ക് കത്തി വീശി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പരാതി. ഡെന്നിസ് ഇതിനു മുമ്പും ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിച്ചിട്ടുള്ളതായി ജീവനക്കാർ ആരോപിക്കുന്നു. ഇതേ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ടോമി എന്ന ജീവനക്കാരനെ 3 മാസങ്ങൾക്ക് മുമ്പ് ഡെന്നിസ് കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളികളെ നിരന്തരം ആക്രമിക്കുന്ന ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും തൊഴിലാളികൾക്ക് ജോലിസ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പണിമുടക്ക് നടത്തിയത്. സംഭവമാണ് അതിനെ ചൊല്ലിയുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഇന്നലെ നടന്നത്. വണ്ടി മുട്ടി ഒരു ചെറിയ പ്രശ്നം ഒരു 6 മാസം മുമ്പ് നടന്നതിൻ്റെ ഒരു പ്രശ്നത്തിൽ അയാൾ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയും അയാളൊരു മാനസിക ഭ്രാന്തിയാണെന്നുള്ള വീട്ടുകാരുടെ പരിഗണനയിൽ നമ്മളത് ഒഴിവാക്കുകയും ചെയ്തു. കാരണം നമ്മളൊരു മനുഷ്യ പരിഗണിച്ച് അങ്ങനെ ഒരു അസുഖമുള്ള ആളാണെങ്കിൽ നമ്മൾ ഒരു പോണ്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടുകളയുകയും ചെയ്തു. അതിൻ്റെ ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂടെ സഹപ്രവർത്തകനെ അത്തിപ്പുഴ ജംഗ്ഷനിൽ തടഞ്ഞു നിർത്തി എന്തോ ഒരു കയ്യിലെന്തോ ആയുധങ്ങൾ വെച്ച് ആക്രമിക്കുകയും ചുണ്ട് പൊളന്ന് പോവുകയും ചെയ്തു. അതിന് ചൊല്ലിയൊരു കേസ് നമ്മൾ കറ്റുകൊടുക്കുകയും അതിൻ്റെ ഹിയറിങ് ആയിരുന്നു 2 ദിവസം മുമ്പായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇതിൽ അയാൾ വീണ്ടും ഇന്നലെ ഇവിടെ വന്ന് മാനേജർ അകത്തുനിന്ന് വരാനായിട്ടുള്ള അകത്തുനിന്ന് ഇറങ്ങി വരേണ്ട ആ ഒരു ഗ്യാപ്പിൽ ഇയാൾ കയറി ചെന്ന് അദ്ദേഹത്തിൻ്റെ കൊണ്ടുവന്ന താക്കോൽ ഊരെടുക്കുകയും അയാളെ മർദ്ദിക്കാൻ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും മാനേജർ ഒഴിഞ്ഞു മാറി അകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഇയാളും തിരികെ അയാളെ കുത്താനുള്ള ശ്രമത്തിൽ അകത്തേക്ക് ഓടിച്ചെല്ലുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർ ലേഡി ഒന്ന് അയാളെ വട്ടം കയറി പിടിക്കുകയും മാനേജറോട് രക്ഷപ്പെടുകയും ചെയ്തു. ഇതറിയാതെയാണ് ഞാൻ ഓടി അകത്തേക്ക് ചെല്ലണത്. അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഈ ചേച്ചി ഇയാളെ വട്ടം കയറി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാണ്. അപ്പോൾ എനിക്ക് സംഭവം അറിയില്ലാത്തതുകൊണ്ടും ഞാൻ അയാളെ പിടിച്ച് മാറ്റി നിർത്തിയപ്പോഴാണ് ഈ പ്രതിയാണെന്ന് നമുക്ക് മനസ്സിലാണത്. ഇയാളെ പിടിച്ച് മാറ്റലും ആക്രോശ അയാൾ പിന്നെയും ആ കത്തിയായിട്ട് എൻ്റെ തിരക്ക് ഒരു എന്നെ കുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ചേച്ചി പിന്നെയും ഇയാൾ തള്ളി പുറത്ത് ക്യാബിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ പുറത്താക്കിയതിൻ്റെ തൊട്ട് സമയത്ത് തന്നെ ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ഇയാൾ ഓൾറെഡി സ്റ്റേഷനിൽ വന്ന് ഹാജരായി ഇരിക്കും. എന്തൊരു പ്ലാനായിട്ട് ചെയ്ത പോലൊരു ഇയാളൊരു മാനസിക ഭ്രാന്തിയുള്ള ആളാണെന്ന് വരുത്തിയെടുത്ത് ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ളൊരു പരിപാടിയിലാണ് അയാൾ കാണിച്ചു കൂട്ടിയെന്നാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതൊരു ദൈവഭാഗ്യം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗ്യം. ഞങ്ങൾ 2 പേരുടെ ജീവൻ ഒന്നും പറ്റാതെ അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾ നാളെ പുറത്തിറങ്ങി കിടന്നിട്ട് നമ്മളെല്ലാം ഒറ്റപ്പെട്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ ഇനിയും നമുക്ക് വരില്ലെന്നൊരു ഉറപ്പ് നമുക്കില്ല. അപ്പോൾ അതിനൊരു ഉറപ്പുണ്ടാകുന്നവരെ എന്താണ് നമുക്ക് ഒരു നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഗ്യാസ് സപ്ലൈ വിതരണമൊക്കെ ഗ്യാസ് സപ്ലൈ ഇന്നത്തേക്ക് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പൂർണ്ണത എത്തിയിട്ട് സപ്ലൈക്ക് പോകുന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും ഭയത്തിലാണ്. അപ്പോൾ അത് കാരണം ഇന്ന് അകത്ത് കയറി ചെയ്തവൻ നാളെ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു നിയമത്തിൻ്റെ ഒരു ബലം വേണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ള സാഹചര്യത്തിലുണ്ടെങ്കിൽ ഈ സമരത്തിലേക്ക്. ന്യൂസ് ബ്യൂറോ, തൊപ്പമ്പടി.